കോടയുടെ കുറവുണ്ടായിരുന്നു. കുഞ്ഞുവാവ അവിടുത്തെ വ്യൂവിന്റെ പൊന്നു ഒരു രക്ഷയില്ല. നമ്മൾ അവിടെ നോക്കി നിന്നു. ഗാലറി ഇറങ്ങടി ഒന്നും റെഡിയായല്ല. സമയം എത്രയെന്ന് ചോദിച്ചാ വന്നിടൂ. താൻ ധൃതി പിടിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരന്തുംപാറ പ്ലാൻ ചെയ്തേക്കാനാണ്. നമ്മളിവിടെ ഒരു കടയിലാണ്. നല്ല സൂപ്പർ. അയ്യോ എന്തൊരു ശാലീന, എന്തൊരു കടിക്കുന്നില്ലിക്ക്. വേണോ തിന്നോ? മാത്രമേ പോകത്തുള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അതെ ധൈര്യമായിട്ട് കൊടുക്കാം. റബ്ബർ തോട്ടം എത്തി ഗൈസ്. പതുക്കെ നിർത്തി പോകാം. അയ്യോ ഇരുന്നിട്ട് നല്ല സുഖം. അരുവിയടി അരുവിയ. കുത്തക്കേട് ഇവിടെ ഇവിടെ കൈ കഴിയുന്നുണ്ട്. നീങ്ങണ്ടടി. നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കാം. കാട്ടിലായതുകൊണ്ട് പഴങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കാം. നമുക്ക് കൊറേ നേരം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന്റെ ഇത്. ഇവിടെ കിടന്ന് എനിക്ക് പണിയുണ്ടാക്കാൻ മാത്രം അവിടെ കിടക്കുന്നു. എനിക്ക് പണിയുണ്ടാക്കാം. ഗൈസ് ഇപ്പൊ നമ്മളപ്പം മലയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പയ്യെ കയറിക്കൊണ്ട്. ഇസബു ആണെങ്കിൽ മലയൊക്കെ ഇങ്ങനെ കണ്ണെടുക്കാണ്ട് എന്ന് വെച്ചാൽ അനങ്ങാണ്ട് ഇരിക്കൂല, ഒരു ഡോളി ഇരിക്കൂലേ അതേപോലെ ഇങ്ങനെ നോക്കിയിരിക്കണേന്ന്. അയ്യോ ഉറക്കവും വന്നുണ്ട്, എന്നാൽ ഇതൊക്കെ കാണേ വേണം. അങ്ങനെ ഇസബു ഇങ്ങനെ ഇരിക്കും. ഒരാള് കഥകളി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര അത് നമ്മള് ഫുഡ് പോയി അടിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഹോട്ടലിലൊക്കെ കണ്ടാ തോന്നില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് ഇവിടെ. നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്. നമുക്ക് അവിടെ പോയി ഓവർ റിയാക്ഷൻ. നമുക്ക് അവിടെ പോയി ഇരിക്കാം. കുരിപ്പിരിക്കണേ. തുള്ളിച്ചാടി നടക്കും പുൽച്ചാടി. നമുക്കൊരു തണല് കിട്ടി. കയറിക്കേ. സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ മതി തിന്നണ നല്ലതും. നീ കയറി വന്നോ? ഞാൻ വീട്ടിൽ
അവിടെ കുതിരയുണ്ട്, കുതിരനെ നോക്കിയിരിക്കണ കുഞ്ഞി. ആ ഒരു തട്ടിന് നീ അവിടെ കിടക്കും. ഇവിടെ പോണ് കേടാ. എന്റെ ആ കുതിരനെ കണ്ടിട്ട് എന്റെ പൊന്നെ ധീരാ ധീര ഒയ്യാങ്കളൊക്കെ ചോറുണ്ട്, അപ്പമുണ്ട്, ചിക്കൻ ഉണ്ട്. ഇതെന്താ? താറാവ്. അച്ചാറെടുത്തില്ലേ? അച്ചാറുണ്ടോ? ഇസുബോന് അപ്പൊ നമ്മള് ബോയിൽ ചെയ്ത ചിക്കൻ ആൻഡ് ക്യാരറ്റ്. അതങ്ങനെ പറയാൻ പറ്റും. അപ്പൊ പതിപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവരും. ഞാനിപ്പോ പതിവ് പോലെ തന്നെ ഭക്ഷണം കൊണ്ടുവരും. ഞാൻ മര്യാദക്ക് പറഞ്ഞത് അവിടെ കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവിടെ ഇവര് ഭക്ഷണം കഴിക്കും. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണിയായി? 3:50. 3:50? എന്റെ പൊന്നേ. അപ്പൊ ഞങ്ങളൊന്ന് ഊണ് കഴിക്കട്ടെ കേട്ടാ. എടുത്തിട്ടാ ഇവിടെ ഒരാള് പ്രാന്ത് കളിയാണ്. ഓ നല്ല ബാക്ക്ഗ്രൗണ്ട്. ഓ അവിടുത്തെ വ്യൂവിന്റെ പൊന്നെ ഒരു രക്ഷയില്ല. അവിടെ നമ്മളവിടെ നോക്കി നിന്നു. ഗാലറി പോലെ. ഓ ഫോണിൽ പക്ഷെ അത്ര ഇത് കിട്ടൂല, നേരിട്ടാണ് പോലെ. അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മലയുടെ പൊക്കത്തോട്ട് മലമുകളിലേക്ക് പോവാം. എങ്ങോട്ട് പോകാൻ നമ്മള്? എങ്ങോട്ട് കയറാൻ? പോയിട്ട് നമുക്ക് ഇതാണ് എനിക്ക് വേണ്ടത്. അഡ്വഞ്ചറസ്. അടിയിലോട്ടൊക്കെ പോവാം. ഞാൻ അടിയിലോട്ട് പോയി എക്സ്പ്ലോർ ചെയ്യട്ടെ. അപ്പൊ നമ്മള് കുറച്ചു നേരം വിശ്രമിക്കാനിരിക്കുവാണ് ഗൈസ്. ഇവിടെ കണ്ടില്ലേ? എവിടെ അപ്പനെന്തേ മാനത്തോട്ട് നോക്കി ഇങ്ങനെ നമ്മള് വിശ്രമിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കിങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാണ്ട് മാനത്തൂക്കി ഇങ്ങനെ കിടക്കാം. അത് നമ്മുടെ വീട്ടിൽ ടെറസിന്റെ മുകളിൽ കണ്ടെങ്കിൽ അവിടെ കിടക്കണം. ഞാനപ്പോ എക്കൂടാൻ പോണേട്ടാ. കുഞ്ചു 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 വിളിക്കടോ. സിന്ധു ഐ ലവ് യു എന്ന് പറ. സിന്ധുവിന്റെ കുഞ്ചിന്റെ സിന്ധു. ഈ കുരിപ്പിനെ കൊണ്ട് മേടാണ്. നമുക്ക് ഓടി കളിക്കണം എന്നെ പോലെ. സ്ഥലത്തിരിക്കില്ല. ചാച്ചിക്കോ ബാബോ ചിഹ്നം കണ്ട അപ്പനെ കാണണ്ട. ഈ ഉറങ്ങണ സമയമല്ലേ നേരത്ത്? കുഞ്ചൂന് എങ്ങനെ നടന്നിട്ട് എങ്ങനെ തോന്നുന്നു പറയൂ. സത്യം ഇത് വന്നപ്പോ തോന്നി കുഞ്ചിന്റെ എന്താണ് കുഞ്ചിന്റെ നിങ്ങൾക്ക് ഒരാള് കണ്ടില്ല ഇവിടെ. അതതിനേലും പറ്റി ഇത്തിരി ഉറങ്ങണ സമയമല്ലേ? അവക്ക് കളിക്കാനാണ്. പിന്നെ കളിക്കാം. വെയിൽ പൊട്ടേ ചാച്ചി ഉറങ്ങും. ബാബു ഞാൻ എടുത്ത് വെക്കട്ടെ. ഇതിലേത് വേണം? ഏത് വേണം? കളിച്ചോ കളിച്ചോ. ആ കിടന്ന് ഭാഗ്യം. അങ്ങനെ വെയിറ്റ് ചെയ്യ്. വേട്ടയാടല്ലേ സബുവിന്റെ വട്ട് അമ്മ ഷോളിൽ കെട്ടിക്കൊടുത്ത ബലൂൺ. വീട്ടിൽ പോയി കളിക്കാം. നീ ചാച്ചിക്കോ. ആ മലയുടെ അങ്ങോട്ട് പോണം. സ്പീക്കർ വേണോ? ഇന്ന് സ്പീക്കർ പാട്ടോക്ക് കിടന്നങ്ങനെ
അവള് സുഖം നോക്കി കിടക്കണേ. ഇവിടെ വായിസാ ഇവിടെ ഒരാള് വല്ലാത്ത കാണിക്കും. നമ്മുടെ ഏരിയ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണ ചോദിക്കാൻ കൊട്ടെ. അല്ല പിന്നെ അപ്പൊ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വയസ്സ്. കുറച്ചു നേരം കഴിയുമ്പോ നമ്മളിവിടെ വൈബൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ നമ്മൾ ഇവിടെ നിന്ന് പോകും. ചിലപ്പോ കോട വന്നിട്ട് ഇതിന്റെ ചാർജ് ഇപ്പൊ തന്നെ കത്തം പോകും. നമുക്ക് എക്കോ വരോ നോക്കാം ഗൈസ്. ഞാൻ വിശ്രമിക്കണം. ചിലപ്പോഴാ വരോളെ. ഫോണിലേക്ക് കേൾക്കാൻ പറ്റുമോ? ഇതിന് വേറെ ഉണ്ടല്ലോ, കൊറേ ബലൂൺ ഉണ്ടല്ലോ. അത് പോയി അത് പോയി. എന്താ ചെയ്യാ? കുഞ്ഞു വാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതാ പുതുവെള്ള റൊമാൻറ്റിക് ആവും സിന്ധു. ഇതൊക്കെ എടുക്കല്ലേ? അതെടുക്കാം റീലെടുക്കാനുള്ള പ്ലാനിലാണ്. പുല്ലൊക്കെ തെറപ്പിച്ചിടണോ? ഭ്രാന്തേ. അപ്പൊ ഗൈസ് നല്ല തണുപ്പൊക്കെയാണ് ഇവിടെ. അപ്പൊ തണുപ്പത്ത് നമ്മൾ ചൂട് ഐറ്റംസ് കഴിക്കണം. അപ്പൊ നമ്മളിവിടെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റ് തണുപ്പത്ത്. നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് വെച്ചിരിക്കുന്നു. സോസ് ഇടല്ലേ ഷോപ്പാണ്. உன்விழியில் விழுந்தேன் விண்வெளியில் பறந்தேன் கண் விழித்து சொப்பனம் கண்டேன் உன்னாலே கண் விழித்து சொப்பனம் കണ്ടേൻ. അവള് കാണിക്കും, പവ് കാണിക്കും. ഏത് വേണം? ഏതുണ്ട്? കൈ കാണിക്കും. അവള് പവ് കാണിക്കും. അതാണോ ഏത്? സിബുന് 2 ടോളി. അവള് നോക്കണോക്കെ. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സൺസെറ്റും കണ്ട് നമ്മൾ ഇട പറയുകയാണ്. അയ്യോ ഞങ്ങള് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരാളില്ലേ ഉറങ്ങിയിട്ടില്ല. കണ്ണടഞ്ഞു. ബൈ. ഒരാള് വാള് വെക്കലാണ് അവിടെ. ഓ ഞാനെങ്ങനെ ഇരിക്കണ നമ്മള് ഇവിടെ ഉറക്കരുത്. ഒരാള് കിടന്ന് ഉറങ്ങുന്നു ഗൈസ്. ഇനി നമ്മള് രാത്രി ഒരു 12-1 മണിയൊക്കെ ആകുമ്പോ വീട്ടിലെത്തും ഗൈസ്. അപ്പൊ നമ്മൾ ഇരുട്ടിയ വഴിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ സ്ഥലത്ത് സുമതി വളമൊക്കെ ഒരു ഹൊറർ ഫീലൊക്കെ. ഒറ്റ വീടില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും വേണ്ടേ? അതൊന്നുമില്ല. എന്ത് ഇവിടെ ഒരാളെ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.